നിന്ന്, ശൂന്യതയിൽ നിന്ന് നിന്നെ പടച്ചവനാണ്. എന്നിട്ട് നിലനിർത്തുന്നവനായ അവന് ഇനി നിന്നെ ഒന്ന് പടക്കാൻ എന്ത് പ്രയാസമാണ്. ആവർത്തിക്കുക എന്നത് സത്യത്തിൽ നിസ്സാരമല്ലേ? അതൊക്കെ എളുപ്പമല്ലേ? നീ ചിന്തിക്ക. ഈ പ്രസംഗം കേൾക്കുന്നതിന്റെ പരിസരത്ത് ഹിന്ദുവും ഉണ്ടാകും, ക്രിസ്ത്യാനിയും ഉണ്ടാകും, മതമില്ലാത്തവനും മുസ്ലിം എല്ലാം ഉണ്ട്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്. ഇന്നത്തെ തമാശയല്ല, അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ഖുർആൻ. ഖുർആൻ മാപ്പിളമാരെ ഗ്രന്ഥമല്ല. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ. സകല മനുഷ്യർക്കും വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ തമസിന്റെ ഗഹ്വരങ്ങളിൽ നിന്ന് ഇരുട്ടിന്റെ കവാടായനങ്ങൾ തുറന്ന് വെളിച്ചത്തേക്ക് ചാടാനുള്ള ഒരേ ഒരു വഴി വിശുദ്ധ ഖുർആനാണ്. ഇതെല്ലാവർക്കും വേണ്ടിയാണ്. ലോകത്തിന്റെ നാനാഭാഗത്തും ആട്ടും തുപ്പുമേറ്റിട്ടും ഈ ഒരു പ്രഗത്ഭ സമുദായം ഈ ഒരു വെളിച്ചത്തിന്റെ വേദഗ്രന്ഥം കൈവശം വെക്കുന്നത് ഇത് വഹ്ദാനിയത്തിന്റെ അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ ഒരേ ഒരു ഗ്രന്ഥം എന്നതുകൊണ്ടാണ്. ഇതിനു പകരം ഒരു ഗ്രന്ഥം ഇന്ന് ലോകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. വെളിച്ചത്തിലേക്ക് വരാൻ ഇതല്ലാത്തൊരു വഴിയില്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ കടമ നിർവഹിക്കുകയാണ്. ഈ പ്രസംഗം കേൾക്കാൻ ഇടവരുന്ന, കാസറ്റ് കേൾക്കാൻ ഇടവരുന്ന നാട്ടിലും വിദേശത്തുമുള്ള അമുസ്ലിം സഹോദരങ്ങളോടും ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചാൽ മാത്രം പോരാ, ഇസ്ലാമാകണം. ഇസ്ലാം ലോകത്തെ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴിയാണ്. പഠിച്ച ബോധം തരട്ടെ. എന്തിനാണ് നമ്മൾ ഈ മറച്ചു വെച്ച് നടക്കുന്നത്? ഇതൊക്കെ സത്യമാണ്. സത്യം പറഞ്ഞിട്ടൊരു വർഗീയ കലാപവും ഉണ്ടാവാനില്ല ഇവിടെ. എന്നാലോ നിർബന്ധവുമില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടതാണ്. വെളിച്ചത്തെ വേണ്ടവരെ വെളിച്ചം ആ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ത വിശ്വാസറേബിയക്കാർ. കുറുമ്പും മാറാത്ത ഖുറൈശി വര്യർ കോടിക്കൊടുത്തേൻ പലവട്ടവും താൻ. നിങ്ങൾ കൂപ്പും കല്ലല്ല മരമല്ലാഹു സർവാധിപശക്തനേകൻ. ഇവർക്കിരുട്ടെ പ്രിയമിത്ര മൂടി കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ മിന്നാമിനുങ്ങിൻ ചെറുടാം വെളിച്ചം പോലും സഹിക്കാത്ത തമസിതേടോ. ധർമ്മമേനിൻ കെടുമഞ്ഞു വീഴായി ഗഹമ്മരിൻ സജ്വരമായ നെഞ്ചിൽ ചന്ദ്രാർ കരെ കൈകളിൽ വെച്ചുടന്നാൽ പോലും നിറുത്തില്ലിവനി പ്രയത്നം. അതാണ് ഇതൊക്കെയാവാം നിനവായിരത്തി 300 കൊല്ലത്തിനു മുമ്പൊരിക്കൽ മക്കായിലെ കൈ വഴിയൊന്നിലൂടെ നടന്നു പോവും നബി തൻ മനസ്സിൽ. പുണ്യ റസൂൽ മുഹമ്മദുൻ വഹുവ അഹ്മദുൽ ഹമിദീന വ അഹ്മദുൽ മഹ്മൂദീന മുഹമ്മദുൻ സയ്യിദുന മുഹമ്മദുൻ. അതുകൊണ്ട് വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു വഹുവ അഹ്വനു അലൈഹി. ഇനി ഒരിക്കൽ നമ്മളെ വീണ്ടും ഈ ഭൂമിയിൽ നിന്ന് പടക്കുക അള്ളാഹ്ക്ക് നിസ്സാരമാണ്. മറ്റതൊക്കെ കളിയാണ് കേട്ട. അതാണ് സത്യം. അള്ളാഹിന്റെ കോടതിയിൽ വരേണ്ടി വരും. വലഹുൽ മസലുൽ അഅ്ലാ ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും ഉന്നതമായ അവസ്ഥയുള്ള റബ്ബിന്റെ തീരുമാനത്തിന് മാത്രമാണ്. റബ്ബാണ്, റബ്ബിന്റെ തീരുമാനമാണ്. എല്ലാം റബ്ബിന്റെ കൽപ്പനയാണ്. അല്ലാതെ ഒന്നും നടക്കില്ല. ചിന്തിക്കണം. അക്രമികളായ ആളുകൾ ചിന്തിക്കുന്നില്ല. വിജ്ഞാനമില്ലാതെ സ്വയം ഇച്ഛക്ക് പിൻപറ്റിയവരാണ്. ഇല്ലാത്ത ദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കിയവർ. അവയൊന്നും ഒരു പുൽക്കൊടി പോലും ഇവിടെ സൃഷ്ടിച്ചിട്ടില്ല. കയ്യും അല്ലാഹു മാത്രമാണ്. നിലനിർത്തുന്നത് അല്ലാഹു മാത്രമാണ്. ഒരാൾക്കും അധികാരമില്ല. ഞാൻ വിശദീകരിക്കുന്നില്ല.
അതുകൊണ്ട് ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫാ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. നിന്നെ സൃഷ്ടിച്ച അനർഘമായ സുന്ദരമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. നിന്റെ ഖാലിഖല്ലാതെ, നിന്റെ സൃഷ്ടാവല്ലാതെ നിന്റെ മനസ്സിൽ ഒന്നുമില്ലാതെയാണ് നിന്നെ പടക്കപ്പെട്ടിട്ടുള്ളത്. ആ അവസ്ഥയിലേക്ക് തിരിച്ചു പോവുക. നിന്റെ മുഖത്തെ, നിന്റെ ശരീരത്തെ ഈ സത്യമതത്തിലേക്ക് തിരിച്ചു വെക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാവെളിച്ചത്തിലേക്ക് ഞാൻ എല്ലാ സഹോദരങ്ങളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഖുർആനിൻ്റെ മുറ്റത്തേക്ക് എല്ലാ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതമില്ലാത്തവരെയും പിന്നെ എന്താണ് മതമെന്നറിയാതെ നടക്കുന്ന ബോധമില്ലാത്ത മുസ്ലിമീങ്ങളെയും എല്ലാവരെയും അല്ലാഹുവേ എല്ലാവർക്കും ഈ ബോധം നൽകണമേ പഠിച്ചാൻ. ഉറക്കപ്പറ അല്ലാഹുവേ ഈ ബോധം എല്ലാവർക്കും നീ നൽകണമേ റബ്ബേ. അതുകൊണ്ട് നിന്നെ സൃഷ്ടിച്ച നിലനിർത്തിപ്പോരുന്ന അല്ലാഹു എന്ന മഹാനില്ലേ, ആ മഹാനിലേക്ക് നീ അങ്ങോട്ട് തിരിയുക. അതാണ് മതം, അതാണ് ശരിയായ മതം. അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണ്ട, വേറെ അങ്ങോട്ടും നീ പോവണ്ട. സൂറത്ത് റൂം 25 മുതൽ 30 വരെ. ഫാഖിം വജ്ഹക ഹനീഫാ ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. പുണ്യ റസൂൽ പുണ്യ റസൂൽ യഖൂലുല്ലാഹ്, പുണ്യ റസൂൽ ഒരിക്കൽ പറഞ്ഞു, യഖൂലുല്ലാഹ് ഇന്നി ഖലഖതു ഇബാദി ഹുനഫാ ഫജാഅതുഹുമുശ് ശയാത്തീനു ഫജതഅലതുഹും അൻ ദീനിഹിം. ഞാൻ എൻ്റെ അടിമകളെ നല്ലവരായിട്ടാണ് തൗഹീദിന്റെ മേലാണ് പടച്ചിട്ടുള്ളത്. എൻ്റെ അടിമകളെ എല്ലാവരും ഏകദൈവവിശ്വാസിയായിട്ടാണ്. ഫിർഔനെയും ഹമാനെയും ലഅനത്തുല്ലാഹി അലൈഹി, നമ്രൂദിനെയും ലഅനത്തുല്ലാഹി അലൈഹി, വറക്കപ്പറ ലഅനത്തുല്ലാഹി, എല്ലാവരും ജോർജ് ബുഷിനെയും അലക്സാണ്ടറെയും എല്ലാവരും, സ്റ്റാലിനെയും ലെനിനെയും കാൾമാക്സിനെയും ആംഗൽസിനെയും ട്രോട്സ്കിയെയും ഗെഥയെയും എല്ലാവരെയും പഠിച്ചിട്ടുള്ളത് തൗഹീദിന് മേലാണ്. അത് ഗദ്ദയായാലും, അത് ഫ്രാങ്ക്ഫർട്ടിന്റെ പൂങ്കുയിലെന്ന് ലോകം വിശേഷിപ്പിച്ച ഗദ്ദയായാലും, അത് കനേഡിയൻ കവിയായ പാബ്ലോ നെരൂദയായാലും, അല്ലെങ്കിൽ അക്ഷരത്തിന്റെ സ്തോപജന്യമായ അക്ഷരം കൊണ്ട് ലോകത്തിന് സാഹിത്യം പഠിപ്പിച്ച നെരൂദയായാലും, ആരായാലും, ഗദ്ദേ മോപ്പസങ്ങായാലും, അല്ലെങ്കിൽ സമാധാനത്തിന്റെ കഥ എഴുതിയിട്ടുള്ള സാക്ഷാൽ റഷ്യൻ വിപ്ലവത്തിന്റെ മുഖക്കണ്ണാടിയാണെങ്കിലും ആരാണെങ്കിലും വാറാൻ പീസ് എഴുതിയ ലിയോടോൾസ്റ്റോയ് ആയാലും, ഈ ലോകത്ത് കടന്നു വന്ന ആരായാലും എല്ലാവരെയും ഭൂമിയിൽ ഇരുന്നിട്ട്, ടെക്സാസിലെ നാസയിൽ ഇരുന്നിട്ട് കോടിക്കണക്കായ പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞ കാൾസാഗനായാലും എല്ലാം അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത് തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നെ അവർ അതിൽ നിന്ന് അബദ്ധത്തിൽ നീങ്ങിപ്പോയതാണ്. പിശാച് അവരെ സമീപിച്ചതാണ്. അല്ലാഹു കാക്കട്ടെ. കാൾസാഗനൊക്കെ വലിയ ചിന്തയാ പറഞ്ഞത്. 27,000 കോടി പ്രകാശവർഷങ്ങൾക്കകലെ നക്ഷത്രങ്ങളുണ്ടെന്ന് ഭൂമിയിൽ പറഞ്ഞത് ഒരാൾ കാൾസാഗനാണ്. വലിയ ജീനിയസാ, കഴിവുള്ളവനാ. എന്നിട്ടും അയാൾ പറഞ്ഞു 27,000 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള നക്ഷത്രം ആണ് ഇതുവരെ ഞങ്ങൾ ആസ്ട്രോഫിസിക്സ് കണ്ടെത്തിയതിൽ ഏറ്റവും ദൂരത്തുള്ളത്. എന്നാൽ ഞങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് മൊത്തം പ്രപഞ്ചത്തിന്റെ 3% മാത്രമാകാനാണ് സാധ്യത എന്നാണ് അയാൾ പറഞ്ഞത്. ഇതുവരെ ആസ്ട്രോണമി കണ്ടെത്തിയിട്ടുള്ളത് മൊത്തം പ്രപഞ്ചത്തിന്റെ 3% മാത്രമാണ് ഇതുവരെ. അതിൽ 27,000 കോടി പ്രകാശവർഷങ്ങൾ. പ്രകാശത്തിന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് 8.5 മിനിറ്റാണ്. പ്രകാശത്തിന് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്